ആഗോള സുവിശേഷകനും സൗഖ്യദായക ശുശ്രൂഷകനും ബൈബിൾ പരിഭാഷകനുമായ ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് നയിക്കുന്ന മെഗാ ബൈബിൾ ക്വസ് റിയാലിറ്റി ഷോ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവാം ദൈവമേ, അവിടുത്തെ പാദപീഠത്തിലേക്ക് അടിയങ്ങൾ കടന്നു വരുവാൻ തക്കവണ്ണം ഈ വിലയേറിയ അവസരം ഒരുക്കിയതിനായിട്ട് അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തു. ഇന്നത്തെ ശുശ്രൂഷ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇതിൽ പങ്കെടുക്കുവാൻ എത്തിയിരിക്കുന്ന സഹോദരങ്ങളെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപയിൽ നിന്നുകൊണ്ട് ഇതിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം എൻ്റെ മക്കളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ നാനാരാജ്യങ്ങളിൽ ഇത് വീക്ഷിക്കുന്ന എല്ലാ മക്കളെയും നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമം ഉയർത്തപ്പെടുവാനും ദൈവവചനത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കുവാനും അനേകർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും എളിയ ശുശ്രൂഷയിലൂടെ സഹായിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ എല്ലാ സാങ്കേതികമായ ക്രമീകരണങ്ങളിലും അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. അങ്ങനെ കാത്തു സൂക്ഷിക്കണമേ. അനുഗ്രഹീതമായിട്ട് കർത്താവെ റെക്കോർഡ് ചെയ്യുവാനും സംപ്രേഷണം ചെയ്യുവാനും തക്കവണ്ണം അവിടുത്തെ കൃപയാൽ സഹായിക്കണമെന്ന് അങ്ങയുടെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. അടിയനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങേഴിലും അങ്ങയിലുമായിക്കൊണ്ട് ഈ മഹത്വമുള്ള ശുശ്രൂഷ സഹായിക്കണമെന്ന് യേശുവിനെ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാണമേ. ആമേൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ വേർഡ് ടു വേൾഡ് ടെലിവിഷൻ നയിക്കുന്ന ക്രിസ്ത്യൻ ക്രൗൺ 23 എന്ന മെഗാ ബൈബിൾ ക്വിസ് കോമ്പറ്റീഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ എപ്പിസോഡിൽ ഇവിടെ മത്സരിക്കുവാനെത്തിയിരിക്കുന്ന മത്സരാർത്ഥികളെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നേരത്തെയുള്ള സ്റ്റേജസിൽ നിന്നും അല്പം വ്യത്യാസമുണ്ട് എങ്കിൽ തന്നെയും ഏതാണ്ട് ഒരേ രീതിയിലുള്ള ചോദ്യങ്ങളാണ് നാം ഈ സ്റ്റേജിലും ഉപയോഗിക്കുന്നത്. ഇത് 4ാം സ്റ്റേജാണ്. ഫൈനൽ റൗണ്ടിൻ്റെ വാതായനമാണ്. നമുക്ക് പഴയതുപോലെയുള്ള റൗണ്ടുകളുണ്ടെങ്കിലും നമ്മുടെ ഒരു റൗണ്ടിന് മാറ്റമുണ്ട്. റൈറ്റ്. ആദ്യത്തെ റൗണ്ട് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് റൗണ്ടാണ്. ആളാം പ്രതി ഓരോ ചോദ്യം പഴയതുപോലെ. ശരിയായ ഉത്തരത്തിന് 5 മാർക്ക്, തെറ്റായ ഉത്തരത്തിന് -1, ഉത്തരമൊന്നും പറഞ്ഞില്ലെങ്കിൽ മാർക്കൊന്നുമില്ല. റൈറ്റ്. സോ ഇറ്റ് വിൽ സ്റ്റാർട്ട് വിത്ത് ആൻസി. റൈറ്റ്. രണ്ടാമത്തെ റൗണ്ട് ന്യൂ ടെസ്റ്റ്മെൻറ്റ് റൗണ്ടാണ്. ആളാം പ്രതി ഒരു ചോദ്യം, സ്റ്റാർട്ടിങ് വിത്ത് ബ്ലെസ്സിസാണ്. 3 ചോദ്യമാണ്. സെയിം പ്രിൻസിപ്പിൾ. മൂന്നാമത്തേത് ക്രിസ്ത്യൻ ഫോക്കസ് റൗണ്ടാണ്. ക്രൈസ്തവ ചരിത്രത്തെയും ബൈബിൾ ചരിത്രത്തെയും ആസ്പദമാക്കിയിട്ടുള്ള ചോദ്യങ്ങളാണ്. 3 ചോദ്യങ്ങൾ ബീന ജോസഫിൽ നിന്ന് ആരംഭിക്കും. അടുത്തത് ബൈബിൾ ബമ്പർ റൗണ്ടാണ്. ഇവിടെ ചെറിയൊരു വ്യതിയാനമുണ്ട്. നാം പ്രാരംഭത്തിൽ സീനായ് സ്റ്റേജിൽ 2 ചോദ്യങ്ങളായിരുന്നു. ആദ്യത്തെ ചോദ്യത്തിന് 2 മാർക്കും രണ്ടാമത്തെ ചോദ്യത്തിന് 3 മാർക്കും. അപ്പോൾ ആദ്യത്തെ 2 സ്റ്റേജസിലും അങ്ങനെയായിരുന്നു. പക്ഷേ 3ാം സ്റ്റേജിൽ ഒരു മാറ്റം വരുത്തി 2 ചോദ്യത്തിനും മാർക്കുകൾ ഒരുപോലെയാക്കി 5 മാർക്ക് വീതമാക്കി. എന്നാൽ സീനായ് സ്റ്റേജിൽ പങ്കെടുത്ത ചില മത്സരാർത്ഥികളുടെ അഭ്യർത്ഥന മാനിച്ച് ഈ സ്റ്റേജ് മുതൽ 5 ചോദ്യങ്ങളാണ് ബൈബിൾ ബമ്പർ നൽകുന്നത്. 3 മാർക്ക് വീതം. റൈറ്റ്. 15 മാർക്സ്. അപ്പോൾ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ലഭിക്കും. പൊതുവായുള്ള ചോദ്യങ്ങൾ കൂടുതലായിട്ട് ലഭിക്കും. അതാണ് അങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം. അത് ഞാൻ സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ 5 ചോദ്യങ്ങളുണ്ടാവും. ബസർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഉത്തരം നൽകാവുന്നതാണ്. ബൈബിൾ ബമ്പർ റൗണ്ട് 5 questions, 3 മാർക്സ് ഈച്ച്. അത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് റൗണ്ട് നേരത്തെ ഉണ്ടായിരുന്നത് ടെസ്റ്റിമണി റൗണ്ടായിരുന്നു കഴിഞ്ഞ സ്റ്റേജിൽ. ഈ സ്റ്റേജിൽ വോയിസ് ഓഫ് ടൈംസ് എന്ന് പറയുന്നത് കാലഘട്ടത്തിൻ്റെ ശബ്ദം, പ്രസംഗ മത്സരമാണ്. നമ്മുടെ വിഷയം ആധുനിക ക്രൈസ്തവ സഭയുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ആരാധനയിൽ സാക്ഷ്യ ശുശ്രൂഷയുടെ പങ്ക് എന്നുള്ളതാണ്. 7 മാർക്കിൻ്റേതാണ് ഈ റൗണ്ട്. ആളാം പ്രതി നിങ്ങൾക്ക് പ്രസംഗിക്കുവാൻ കഴിയും. അപ്പോൾ മാക്സിമം ടൈം 7 മിനിറ്റാണ്, മിനിമം ടൈം 6 മിനിറ്റാണ്.
6 മിനിറ്റിൽ താഴെ പ്രസംഗിച്ചാൽ മാർക്ക് കുറയും. 7 മിനിറ്റിൽ കൂടുതൽ പ്രസംഗിച്ചാലും മാർക്ക് കുറയും. 6 മിനിറ്റുകൾക്കും 7 മിനിറ്റ് ഇടയ്ക്ക് വേണം പ്രസംഗിക്കുവാൻ. 6 മിനിറ്റ് കഴിയുമ്പോൾ വാർണിംഗ് ബെൽ വരും, ഇനിയും 1 മിനിറ്റേ ഉള്ളൂ എന്നറിയിക്കാൻ. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള എല്ലാവിധ പോയിൻറ്റ്സും ക്രോഡീകരിച്ച് അടുത്ത ഒരു 30 സെക്കൻഡിനുള്ളിൽ അവതരിപ്പിക്കണം. ഫൈനൽ ബെല്ല് കടന്നു പോയി കഴിഞ്ഞാൽ വീണ്ടും മാർക്കുണ്ട്, പക്ഷേങ്കിൽ മാർക്ക് കുറയും. കാരണം ഒരു വിഷയം ലഭിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ ക്ലിപ്തമായിട്ട് അവതരിപ്പിക്കുകയാണ് ഒരു പ്രസംഗത്തിൻ്റേതായിട്ടുള്ള വിജയം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ വോയിസ് ഓഫ് ടൈംസ്, കാലഘട്ടത്തിൻ്റെ ശബ്ദം എന്ന് പറയുന്ന ഈ റൗണ്ടിൻ്റേതായിട്ടുള്ള ഘടന. ഇതാണ് നമ്മുടെ ഇന്നത്തെ മത്സരത്തിലെ റൗണ്ട്സ് ഘടനകൾ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഇതിന് പറഞ്ഞ ഏതിനെങ്കിലും കുറിച്ച് സംശയം കൂടെ ചോദിക്കാം. പ്ലീസ് ചോദിക്കൂ. സംശയമില്ല? യെസ് ബ്ലസ്സി? ഇല്ല. ബീനയ്ക്കും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് സംശയമൊന്നുമില്ലെങ്കിൽ നിങ്ങളെ തന്നെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി. എൻ്റെ പേര് അൻസി. ഞാൻ CSI വ്രാലി സഭാംഗമാണ്, തിരുവനന്തപുരം സ്വദേശി. ഞാനും ഭർത്താവ് ജോജി ചാൾസും അടങ്ങുന്ന കുടുംബമാണ് ഞങ്ങളുടേത്. ഈ പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗമായി മാറുവാനും ശരിക്കും ഇവിടെ വരുമ്പോൾ ആദ്യത്തെ റൗണ്ടിൽ വന്നിട്ട് എൻ്റെ അറിവൊന്ന് പരീക്ഷിച്ചു പോകണം എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. പക്ഷേ ദൈവം ഇത്രത്തോളം എന്നെ നടത്തി, അതിന് ദൈവത്തിന് ആദ്യമായി നന്ദി അർപ്പിക്കുന്നു. അതുപോലെ ഈ ശുശ്രൂഷയുടെ ഭാഗമായി അനേകരുടെ മുമ്പിൽ ഒരു സാക്ഷിയായി നിൽക്കാൻ കഴിഞ്ഞതിന് ഈ പ്രോഗ്രാമിൻ്റെ എല്ലാ പ്രവർത്തകരോടും നന്ദി അർപ്പിച്ചുകൊള്ളുന്ന പ്രത്യേക സാറിന് ഞാൻ നന്ദി അർപ്പിക്കുന്നു. യെസ് ബീന. എൻ്റെ പേര് ബീന ജോസഫ്. ഞാൻ തിരുവനന്തപുരം ചെറിയുണ്ണി സ്വദേശിയാണ്. അസംബ്ലീസ് ഓഫ് ഗോഡ് വിളപ്പിൽ സഭയിലെ അംഗമാണ്. ഹസ്ബൻഡിന് 2 മക്കളുണ്ട്. എനിക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. യെസ് ബ്ലസ്സി. എൻ്റെ പേര് ബ്ലെസ്സി സിയോണ. ഞാൻ ട്രിവാൻഡ്രം സ്വദേശി തന്നെയാണ്. CETയിൽ BTech സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഇവിടെ വരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനി നമ്മുടേതായിട്ടുള്ള സ്കോർ കീപ്പേഴ്സ് ആൻഡ് ജഡ്ജസ്. മിസ്സസ് രാജീവ് വർഗീസ് നിങ്ങൾക്ക് പരിചയമുണ്ട്. കഴിഞ്ഞ 3 സ്റ്റേജിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട പത്നിയും കൂട്ടുവേലക്കാരിയുമാണ്. ഈ ശുശ്രൂഷ എന്നോടൊപ്പം പ്രവർത്തിക്കുന്നു. മിസ്സസ് രാജിയെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കർത്തനാമത്തിൽ സ്വാഗതം ചെയ്തു. അടുത്തതായിട്ട് മിസ്സസ് വിജി സാറ്, ഷാർജ മുതൽ കഴിഞ്ഞ 28 വർഷമായിട്ട് ഈ ശുശ്രൂഷയിൽ ബലേന എന്നോടൊപ്പം പ്രവർത്തിക്കുന്നു. ഇവിടെ ഇപ്പോൾ നമ്മുടെ മ്യൂസിയം ഓഫ് ദ വേൾഡ് ഇൻ്റർനാഷണൽ ബൈബിൾ തീം പാർക്കിൻ്റെ മാനേജരായിട്ട് പ്രവർത്തിക്കുന്നു. ട്രിവാൻഡ്രത്ത് താമസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ സ്കോർ കീപ്പറും ജഡ്ജുമായിട്ട് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയാക്കിൽ ദൈവത്തെ സ്തുതിക്കുന്നു. വിജയെ ഈ എപ്പിസോഡിലേക്ക് കർത്തനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇനിയും പ്രേക്ഷകരായ നിങ്ങളാണ്. നിങ്ങളെല്ലാവരെയും കർത്തനാമത്തിൽ ഇന്നത്തെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമം ഉയർത്തപ്പെടുവാനും കർത്താവിൻ്റെ വചനം മനസ്സിലാക്കുവാനും അനേകർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും തക്കവണ്ണം ഈ എളിയ ശുശ്രൂഷ മുഖാന്തരമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ ആരംഭിക്കുകയാണ്. ആദ്യത്തെ റൗണ്ട് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് റൗണ്ട്. അത് ആരംഭിക്കുന്നത് ANSYSPയിൽ നിന്നാണ്. ആർ യു റെഡി? റെഡിയാണ്. ഓൾറൈറ്റ്. ഒരു ചോദ്യം അതിൻ്റെ പൂർണ്ണതയിൽ കേട്ട് കഴിഞ്ഞ ശേഷമേ മറുപടി പറയുവാൻ തുനിയാവും. കാരണം ഈ റൗണ്ടിലെ എല്ലാ ചോദ്യങ്ങൾക്കും ചിലപ്പോൾ ഉപചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ ആദ്യമേ ചോദിച്ച് കയറി മറുപടി പറയരുത്. ഞാൻ മറുപടി പറയാൻ സിഗ്നൽ തരും, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, എങ്കിൽ മാത്രമേ മറുപടി പറയൂ. ഓൾറൈറ്റ്, ശരി. യോസഫിനെ സഹോദരന്മാർ വിളിച്ച പേരെന്ത്? ഫറവോൻ എന്ത് പേരിട്ടു? ഫറവോൻ സാപ്നത് പനേഹ എന്നാണ് പേരിട്ടത്. പാസ്. 2 മാർക്ക്. ഫാൻസി SP. ബീന, ഹാവ് യു എനി ആൻസർ? എന്തെങ്കിലും മറുപടി ഉണ്ടോ? സഹോദരന്മാർ വിളിച്ച പേര് സ്വപ്നക്കാരൻ. വളരെ ശരിയായ മറുപടിയാണ്. 2 മാർക്ക്. 2 മാർക്സ് ഫോർ ബീന ജോസഫ്. സ്വപ്നക്കാരെന്നാണ് വിളിച്ചത്. ഓൾറൈറ്റ്. Now the second question ബീന ജോസഫിനോടാണ്. ഇസ്രായേലിലെ 2ാമത്തെ പുരോഹിതൻ ആരായിരുന്നു? അവൻ അഹ്റോന്റെ എത്രാമത്തെ പുത്രനായിരുന്നു? എലയാസർ. അഹരോന്റെ 3ാമത്തെ പുത്രൻ. ഉത്തരം വളരെ ശരിയാണ്. 5 മാർക്സ് ഫോർ ബീന ജോസഫ്. ഒരു ഉപചോദ്യം കൂടെ ചോദിച്ചോളൂ. എന്തുകൊണ്ട് അവൻ 3ാമത്തെ പുത്രനെ പിന്തുടർക്കാനാക്കിയത്?
ആദ്യത്തെ പുത്രന്മാരായ നാദാബ് അബീഹു അന്യാഗ്നി കത്തിച്ചതുകൊണ്ട് മരിച്ചു. Right, exactly the right answer. So, Bina Joseph gets no further marks, only 5 marks. All right. അടുത്ത ചോദ്യം ബ്ലസ്സി സാനോടാണ്. സാറായി തൻ്റെ മിസ്രൈമ്യ ദാസിയായ ഹാഗാറിനെ തൻ്റെ ഭർത്താവായ അബ്രാമിന് ഭാര്യയായി കൊടുത്തത് എപ്പോഴാണ്? ഹാഗാർ അബ്രാമിന് ഇസ്മായേലിനെ പ്രസവിച്ചപ്പോൾ അബ്രാമിന് എത്ര വയസ്സായിരുന്നു? 86 years ആയിരുന്നു. Yeah, he was 86 years old. Yes, you understood the question? Yes. Okay, the first part of the question. സാറ വന്നിട്ട് മച്ചിയായിരുന്നു. ലൈക്ക് മക്കൾ ജനിക്കാനായിട്ട് പറ്റിയില്ല. അപ്പം അത് വിഷമിക്കുന്നുണ്ട്. അതല്ല ചോദ്യം. സാറായി തൻ്റെ മിസ്രൈമ്യദാസിയായ ഹാഗാറിനെ തൻ്റെ ഭർത്താവായ അബ്രാമിന് ഭാര്യയായി കൊടുത്തത് എപ്പോഴാണ്? മച്ചിയായിരുന്നതുകൊണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏത് സ്ഥലത്ത് വെച്ചാണ്, എങ്ങനെയാണെന്നുള്ളതാണ് അറിയേണ്ടത്. ദ പീരിയഡ് ഓഫ് ടൈം. യെസ്, 86 വയസ്സ് എന്ന് പറഞ്ഞത് ശരിയാണ്. ദാറ്റ്സ് റൈറ്റ് ആൻസർ. യു ഗെറ്റ് 3 മാർക്സ് ഫോർ ദാറ്റ്. അതിൻ്റെ ആദ്യ ഭാഗത്തിന് വല്ലതും മറുപടികളുണ്ടോ? അവിടുന്ന് ഇവിടെ ചോദിക്കാം. ആൻസി, ഹാരാനിൽ പാർക്കുമ്പോഴാണ്. ഹാരാനിൽ പാർക്കുമ്പോഴാണ്. എത്ര മാസം പാർക്കുമ്പോഴാണ്? ഹാരാനിൽ പാർക്കുമ്പോഴാണ്. പാസ്. പാസ്സാണ്. അബ്രാം കനാൻ ദേശത്ത് താമസം ആരംഭിച്ച് 10 വർഷം കഴിഞ്ഞപ്പോഴാണ് സാറ ഈ ആലോചന പറയുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ഇവിടെ പൂർണ്ണമാകുന്നു. വിൽ യു പ്ലീസ് ഗിവ് മി ദ സ്കോർ കാർഡ്? And CSP 2 marks. And CSP gets 2 marks. Bina Joseph 7. Bina Joseph gets 7 marks. Blessy Ziona 3. And Blessy Ziona 3 marks. All right. Now the first question goes to Blessy Ziona. മറുരൂപ മലയിൽ ഏലിയാവും മോശയും യേശുവുമായിട്ട് എന്താണ് സംസാരിച്ചത്? What did they talk in the Mount of Transfiguration? അവർ സംസാരിച്ചെന്നുള്ള അറിയാമല്ലോ. അപ്പോൾ ഏത് കാര്യത്തെക്കുറിച്ചാണ് സംസാരിച്ചത്? പാസ്സാണ്. യെസ്. അടുത്തതാരാണ്? ബീന ജോസഫ്. യെസ്, ദിസ് പറയൂ. പാസ്. യെസ്, ആൻസി. യെരുശലേമിൽ പ്രാപിക്കാനിരിക്കുന്ന നിര്യാണത്തെക്കുറിച്ച്. വളരെ ശരിയായ മറുപടിയാണ്. അപ്പം ബ്ലസ്സി സാനയ്ക്ക് നിൽ മാർക്സ്. ബീനയും മറുപടി പറയുന്നത് നിൽ മാർക്ക്. രാൻസി ഗെറ്റ്സ് 4 മാർക്സ്. റൈറ്റ്, അതാണ് അവർ സംസാരിച്ചത്. വേറെ എന്താ സംസാരിക്കാനുള്ളത്? റൈറ്റ്. യേശു 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് എവിടെ വെച്ചാണ്? ഉയർത്തെഴുന്നേറ്റ ശേഷം. പാസ്. പാസ്. ആൻസി. പാസ്. തിബിരിയാസ് കടൽക്കര വെച്ച്. എളുപ്പമുള്ള ചോദ്യമല്ലേ അത്? ഇവരെല്ലാം കടലിൽ പോയപ്പോൾ അവർ കർത്താവ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒരുക്കി വെച്ച് വിളിച്ചു. സോ നോ മാർക്സ് ഫോർ എനിബഡി. ഓൾറൈറ്റ്. 3-ാമത്തെ ചോദ്യം ആരോടാണ്? ആൻസിയോടാണ്. ബി റെഡി. ഹാനോക്ക് പ്രവാചകനാണെന്ന് പ്രഖ്യാപിക്കുന്ന പുസ്തകമേത്? യൂദായുടെ ലേഖനം. യൂദായുടെ ലേഖനം. ഉത്തരം വളരെ ശരിയാണ്. 5 മാർക്സ് ഫോർ ആൻസി എസ് പി. വിൽ യു പ്ലീസ് ഗിവ് മി ദ സ്കോർ കാർഡ്? Ansi gets 9 marks. ആൻസി ഗെറ്റ്സ് 9 മാർക്സ്. Bina nil. Bina nil. And Blessy nil. And Blessy nil. All right. Now we go to the next round. That is a Christian focus round. Starting with Bina Joseph. ദാനിയേലിനും സക്രിയാവിനും മറിയയ്ക്കും ഉണ്ടായ സമാനമായ സ്വർഗീയ അനുഭവം എന്താണ്? ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷനായി സംസാരിച്ചു. എക്സാക്ട്ലി ദ റൈറ്റ് ആൻസർ. 3 പേരോടും ആരാണ് സംസാരിച്ചത്? ഗബ്രിയേൽ ദൂതനാണ്. റൈറ്റ്. സോ 5 മാർക്സ് ഫോർ ബീന ജോസഫ്. ജ്ഞാനികൾ വന്നപ്പോൾ യോസെഫും മറിയയും കുഞ്ഞുമായിട്ട് എവിടെയാണ് പാർത്തിരുന്നത്? ബെത്ലഹേമിലെ വീട്ടിൽ. ബേത്ലഹേമിലെ വീട്ടിലാണ് പാർത്തിരുന്നത്. ഉത്തരം വളരെ ശരിയാണ്. 5 മാർക്സ് ഫോർ ബ്ലസ്സി. ചിലർ പറയും പുൽക്കൂട്ടിലാണെന്ന്. ഓൾറൈറ്റ്, 5 മാർക്സ് ഫോർ ബ്ലസ്സി. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ടു ആൻസി എസ് പി.
ലേവ്യരുടെ ശുശ്രൂഷ ഏത് പ്രായം മുതൽ ഏത് പ്രായം വരെയാണ്? പാസ്. പാസ്സാണ്. ബീന ജോസഫ്, യെസ്, പാസ്. പാസ്സാണ്. പാസ്. യു അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ, റൈറ്റ്? യെസ്. 20 വയസ്സ് മുതൽ 50 വയസ്സ് വരെയാണ്. സോ നോ മാർക്സ് ഫോർ ദാറ്റ് ആൻഡ് ഗിവ് മീ ദ സ്കോർ കാർഡ് നോ. Ansi gets nil mark. Ansi gets nil marks. Beena 5. Beena gets 5 marks. Blessy 5. And Blessy San also gets 5 marks. Good. So now we come to the Bible bumper round or Bible buzzer round or buzzing round. Ready? Hands on your buzzers. ശ്രദ്ധാപൂർവം കേട്ടോണം. ഒരു പ്രിൻസിപ്പിൾ ഞാൻ പറയാം. കിട്ടിയാലൊരാന പോയാലൊരു വാക്ക് എന്ന് പറയുന്നത് പോലെ പോയാൽ ഒരു മൈനസ് മാർക്ക്, കിട്ടിയാൽ എത്ര മാർക്കാണ് ബീന്? ബീനയ്ക്ക് ഇപ്പോഴും ഒരു വിഷമം പോലെ. ഓക്കെ ബ്ലസി, റൈറ്റ്. ഗോല്യാത്തിൻ്റെ വാൾ ദാവീദിന് നൽകിയത് ആരാണ്? ആര്? ബ്ലസി സാറാണ്. യെസ്, അഹിമേലെക്ക് പുരോഹിതൻ. Exactly, 3 marks for Blessy. Right. The second question. Very silly question. ദാനിയേലിനെ സിംഹക്കൂട്ടിൽ എറിഞ്ഞ രാജാവാര്? ബീന. ദാരിയാവേസ്. ദാരിയാവേസ്. 3 മാർക്ക്. ദാനിയേലിന് കേട്ടപ്പോഴേ അടിക്കണ്ടേ? മൂന്നാമത്തെ ചോദ്യം. ദൈവം തൻ്റെ ജനത്തോട് നിങ്ങൾ എന്നെ കൊള്ളയടിക്കുന്നുവെന്ന് അരുളി ചെയ്ത ഏത് പ്രവാചകനിലൂടെയാണ്? യെസ് ബ്ലസ്സി. മലാക്കി പ്രവചനം. ഉത്തരം ശരിയാണ്. 3 മാർക്ക് ബ്ലസ്സിക്ക് ലഭിക്കുന്നു. നാലാമത്തേത് ഏറ്റവും എളുപ്പമുള്ള ചോദ്യമാണ്. നിങ്ങളെല്ലാവരും അതിന് മറുപടി പറയാൻ തക്കവണ്ണം തീർച്ചയായിട്ടും നിങ്ങൾ കഴിയേണ്ടതാണ്. ചോദിക്കട്ടെ, യമീമ എന്ന സുന്ദരിയായ യുവതിയുടെ പിതാവ് ആരായിരുന്നു? ഇയ്യോബ്. ഇയ്യോബ്. 3 മാർക്ക് ബീന ജോസഫിന്. റൈറ്റ്. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പ്രവാചകനായി തീർന്ന കൊലപാതകയാര്? മോശെ. മിസ്രൈമിനെ കൊന്ന ശേഷം ആണ് ദൈവം വിളിക്കുന്നത്. All right, that brings us to the close of the Bible bumper round and give me the scorecard now. Ansi nil. Ansi nil. Beena Joseph 6. Beena Joseph 6. Blessy Siona also 6. Blessy Siona also 6. Yes. അടുത്തത് വോയിസ് ഓഫ് ടൈംസ് എന്ന പ്രസംഗ മത്സരമാണ്. പ്ലീസ് ഗെറ്റ് റെഡി ഫോർ ദാറ്റ്. യെസ്, ദ ഫസ്റ്റ് contestant is Ann CSP. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വിലയേറിയ സ്നേഹവന്ദനം. വീണ്ടും ഒരിക്കൽ കൂടി ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവിക്കുന്ന വചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ, ഒരു സാക്ഷിയായിരിക്കാൻ ഏഴായ ദാസ്യ ഒരുക്കിയ ദൈവത്തിന് ഞാൻ കോടാകോടി സ്തോത്രങ്ങൾ അർപ്പിച്ചു വിടുന്നു. അതുപോലെ ഈ അവസരം നൽകിയ ഈ പ്രോഗ്രാമിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഞാൻ ഹൃദയത്തിൽ നിന്ന് നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായി തന്നിരിക്കുന്ന വിഷയം ആധുനിക ക്രൈസ്തവ സഭയുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ആരാധനയിൽ സാക്ഷി ശുശ്രൂഷയുടെ പങ്ക് എന്നതാണ്. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 39-ാം വാക്യം. ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ ഞാൻ കണ്ടു എന്ന് ആ സ്ത്രീ പറഞ്ഞ സാക്ഷ്യം നിമിത്തം ആ പട്ടണത്തിൽ പല ശമര്യരും യേശുവിൽ വിശ്വസിച്ചു. ഇവിടെ ഒരു സ്ത്രീയുടെ സാക്ഷ്യം നിമിത്തം അന്യജാതിക്കാരായ യഹൂദരല്ലാത്ത ഒരു പട്ടണം, യഹൂദർ വെറുത്തിരുന്ന ഒരു പട്ടണത്തിലെ പല ജനങ്ങളും യേശുവിനെ വിശ്വസിക്കുന്നതായി നമുക്ക് കാണുവാനായി കഴിയും. അപ്പോൾ ആരാധനയിൽ സാക്ഷ്യ ശുശ്രൂഷയ്ക്ക് എത്രത്തോളം പങ്കുണ്ട് എന്നതാണ് ഇവിടുത്തെ ചിന്താവിഷയം.
ക്രൈസ്തവ സഭ ക്രിസ്തുവിൻ്റെ അനുയായികളായി വിളിച്ചു ചേർക്കപ്പെട്ടവരുടെ സമൂഹം, എക്ലീസിയ എന്നത് വിളിച്ചു ചേർക്കപ്പെട്ടവരുടെ സമൂഹമാണെന്ന് നമുക്കറിയാം. അതായത് ക്രിസ്തുവിൻ്റെ അനുയായികളായി ക്രിസ്തുവിനായി ജീവിക്കേണ്ടവരായി വിളിച്ചു ചേർക്കപ്പെട്ടവരുടെ സമൂഹമാണ് നാം ഓരോരുത്തരും. അത്തരത്തിൽ നമ്മെ വിളിച്ചു ചേർത്തിരിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ഈ സമൂഹത്തിൽ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്താണ് നമ്മുടെ ഉത്തരവാദിത്തം? ആദിമ വിശ്വാസികൾ അപ്പോസ്തലന്മാരാൽ യേശു ക്രിസ്തുവിനാൽ കൂട്ടിച്ചേർക്കപ്പെട്ട സമൂഹം, ആദ്യം 12 ശിഷ്യന്മാരുടെ കൂട്ടം, പിന്നീട് അത് 120 പിന്നീട് 3000-ഓളമായി, പിന്നീട് പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-മായി. അതായത് യേശുവിന് വേണ്ടി ശിഷ്യരെ ചേർത്തുകൊള്ളുക എന്നൊരു വലിയ നിയോഗവുമായി നാം ഓരോ ക്രിസ്ത്യാനികളും ഈ ലോക ജീവിതത്തിൽ ആയിരിക്കുന്നു. അപ്പോൾ തീർച്ചയായും ക്രൈസ്തവ സഭയെ വളർത്തിയെടുക്കുക എന്നത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അങ്ങനെയെങ്കിൽ ആരാധനയിൽ സാക്ഷ്യത്തിന് എത്രത്തോളമാണ് പങ്കുള്ളത്? നാം നമ്മുടെ ശരീരങ്ങളെ ജീവനുള്ള യാഗങ്ങളായി ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നതാണ് ആരാധന. അപ്പോൾ നമ്മെ തന്നെ ഒരു സാക്ഷ്യ ജീവിതമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുക എന്നതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. സാക്ഷ്യം, എങ്ങനെ നമുക്ക് സാക്ഷ്യം പറയാം? എന്തെല്ലാമായിരിക്കണം സാക്ഷ്യത്തിൽ നാം ഉൾപ്പെടുത്തേണ്ടത്? ഒന്നാമതായി നമ്മുടെ സാക്ഷ്യം എങ്ങനെയായിരിക്കണം? സാക്ഷ്യം സത്യമായിരിക്കണം. ഇവിടെ ശമര്യ സ്ത്രീ അവൻ മശിഹയാണെന്ന് തിരിച്ചറിഞ്ഞു. ആ സന്തോഷം അവൾ മറ്റുള്ളവരുമായി പങ്കിടുകയാണ്. അവൾ പറഞ്ഞത് അവിടെ സത്യമായി മാറുന്നു. കാരണം ആ പട്ടണക്കാരെല്ലാം വന്ന് യേശുവിനെ കണ്ട് മനസ്സിലാക്കിയിട്ട് പറയുകയാണ്, ഇനി നിന്റെ വാക്കുകൊണ്ടല്ല, ഞങ്ങൾ തന്നെ കണ്ട് ആ സത്യം, ആ ക്രിസ്തു എന്ന വലിയ സത്യത്തെ ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ സാക്ഷ്യം എപ്പോഴും സത്യമുള്ളതായിരിക്കണം. സത്യത്തിന് വേണ്ടി സാക്ഷി നിൽക്കുന്നവരായിരിക്കണം നാം ഓരോരുത്തരും. രണ്ടാമതായി നമ്മുടെ സാക്ഷ്യം ഹൃദ്യമായിരിക്കണം. നാം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം എല്ലാം പഠിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ തനിക്കുണ്ടായ അവസ്ഥ, ദമസ്കോസിൽ പോകുമ്പോൾ ഇങ്ങനെ സംഭവിച്ചു, സൂര്യനെ പോലെ ഒരു വലിയ വെളിച്ചം എൻ്റെ ചുറ്റും മിന്നി എന്നെല്ലാം വിവരിക്കുമ്പോൾ അതൊരു ഹൃദ്യമായി നാം വായിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിൽ കാണാവുന്ന രീതിയിൽ, നാം ആ സ്ഥലത്ത് നിന്ന് അത് കാണുന്ന രീതിയിൽ നമുക്കത് കാണുവാനായി കഴിയുന്നു. അതായത് നമ്മുടെ സാക്ഷ്യം മറ്റുള്ളവരുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്നതായിരിക്കണം. അത്തരത്തിൽ നമ്മുടെ സാക്ഷ്യം മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കുവാനായി നമുക്ക് കഴിയണം. മൂന്നാമതായി നമ്മുടെ സാക്ഷ്യം അനുഭവമായിരിക്കണം. യേശു ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കിയ ശേഷം ആ ഭൂതഗ്രസ്തനെ യേശു ഗലീലയിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ യേശുവിനോടൊപ്പം പോകുവാനായി ആഗ്രഹിക്കുകയാണ്. പക്ഷേ യേശു പറയുകയാണ്, ഇല്ല, നിനക്ക് ഈ കിട്ടിയ സൗഖ്യം, നിനക്ക് ഈ കിട്ടിയ അനുഭവം നീ എന്ത് ചെയ്യണം? നിന്റെ ദേശക്കാരുടെ ഇടയിൽ, നിന്റെ പിതൃദേശക്കാരുടെ ഇടയിൽ ചെന്നറിയിക്കണം. കാരണം അവിടുത്തെ മനുഷ്യർ ഈ മനുഷ്യൻ്റെ അവസ്ഥയെല്ലാം കണ്ടറിഞ്ഞവരാണ്. അപ്പോൾ തീർച്ചയായും ഈ ഒരു സൗഖ്യം അവർക്ക് അവൻ എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് ആ പിതൃദേശക്കാർക്ക് അറിയാം. അപ്പോൾ യേശുവിന് തന്നെ അറിയാം, ഇനി അവിടെ വേറൊരു ശിഷ്യനെ അയക്കേണ്ട ആവശ്യമില്ല, ഇവൻ അവിടെ സാക്ഷിയായി പോകാൻ തീർച്ചയായും അതൊരു വലിയ അനുഭവം, അനേകരെ യേശുവിലേക്ക് ആകർഷിക്കുന്ന ഒരു അനുഭവമായിരിക്കുമെന്ന് യേശുവിന് അറിയാവുന്നതുകൊണ്ടാണ് യേശു അത്തരത്തിലൊരു ആഹ്വാനം അവിടെ നൽകുന്നതെന്ന് നമുക്ക് അറിയുവാനായി കഴിയും. ഇത്തരത്തിൽ നമ്മുടെ സാക്ഷ്യം മറ്റുള്ളവരിലേക്ക് കടത്തിവിടുവാൻ നമുക്ക് കഴിയണം. ഇനി നമ്മുടെ സാക്ഷ്യ ജീവിതം, നമ്മുടെ ഈ അപ്പോസ്തല പ്രവൃത്തികൾ പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലനും പത്രോസ് അപ്പോസ്തലനും എല്ലാം പ്രവർത്തിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ കേരളത്തിലേക്ക് നമ്മുടെ തോമസ് അപ്പോസ്തലനും വരുന്നത്. അതായത് 1-ാം നൂറ്റാണ്ടിൽ തന്നെയാണ് കേരളവും ക്രിസ്തുവിനെ അറിഞ്ഞത്. പക്ഷേ ഇന്നും ഈ ഭാരതത്തിൽ ക്രിസ്ത്യാനികളുടെ എണ്ണം 2.3% തീർച്ചയായും നമ്മുടെ ക്രൈസ്തവ സഭയുടെ വളർച്ച എത്രത്തോളം മുരടിച്ചിരിക്കുന്നു, ഒരിടത്തും എത്തിയില്ല എന്ന് തന്നെ നമുക്ക് പറയുവാനായി കഴിയും. അപ്പോൾ തീർച്ചയായും ക്രിസ്ത്യാനികൾ എന്ന പേരെടുത്ത ക്രിസ്തുവിൻ്റെ ശിഷ്യരായി വന്നു ചേർന്നിരിക്കുന്ന നമുക്കൊത്ത് ഓരോരുത്തർക്കും ഈ സഭയെ വളർത്തിയെടുക്കുക എന്നതിൽ വലിയൊരു ദൗത്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നാം ആ സഭയെ വളർത്തിയെടുക്കേണ്ടത്? തീർച്ചയായും നമ്മുടെ സാക്ഷ്യ ജീവിതങ്ങളിലൂടെ നമുക്ക് ആ സഭയെ വളർത്തിയെടുക്കുവാനായി കഴിയും. എങ്ങനെയാണ് നമുക്ക് സാക്ഷ്യ ജീവിതം നയിക്കുവാനായി കഴിയുന്നത്? ഒന്ന്, സ്നേഹം നമ്മിലൂടെ വിനിമയം ചെയ്യപ്പെടണം. സഭ എന്നത് വെറും ഒരു കെട്ടിടമല്ല, നാം ഓരോരുത്തരുമാണ് സഭ. അങ്ങനെയാണെങ്കിൽ സഭയിൽ സ്നേഹം വിനിമയം ചെയ്യപ്പെടണം. ഇന്ന് പലപ്പോഴും നാം സ്നേഹിക്കുന്നവരാണ് നമ്മുടെ കുടുംബത്തെ. അതിനപ്പുറത്തേക്ക് നമ്മുടെ സ്നേഹം എത്തുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ പണമല്ല സഭയിൽ വ്യാപാരം ചെയ്യപ്പെടേണ്ടത്, പകരം സ്നേഹം വ്യാപാരം ചെയ്യപ്പെടുന്ന ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറണം. രണ്ടാമതായി, ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുന്ന ഒരു ഭക്തിപൂർവമായ പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകണം. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ദാനിയേലിനെ പോലെ സിംഹക്കുഴിയിൽ വീണാലും ഞാൻ എൻ്റെ ദൈവത്തോടൊപ്പം എന്നുറച്ചു പറയുവാൻ, യോബിനെ പോലെ ഭാര്യ പറയുമ്പോഴും പറയുകയാണ്, ഞാൻ ഇത്രയും നന്മ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെങ്കിൽ എനിക്കല്പം തിന്മയും പ്രാപിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്ത് പ്രതികൂലം വന്നാലും ശരി, നമ്മൾ പലപ്പോഴും സാക്ഷ്യമെന്ന് ചിന്തിക്കുന്നത് നന്മ മാത്രം ഘോഷിക്കുക, നന്മ. അങ്ങനെയല്ല. പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മുടെ ഭക്തി മുറുകെ പിടിക്കുന്നത്, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നത് തീർച്ചയായും ഒരു വലിയ സാക്ഷ്യ ജീവിതമാണ്.
ഇനി ക്രിസ്തുവിൻ്റെ ശിഷ്യരായി മുന്നോട്ട് പോകണം. നമ്മെ ദൈവം വിളിച്ചത് തന്നെ ശിഷ്യരായിക്ക് വരാൻ. അപ്പോൾ യേശുവിനോടൊപ്പം യേശുവിൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് നമ്മുടെ ഈ ലോക ജീവിതത്തിലെ ക്രൂശ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. ഇത്തരത്തിൽ നമ്മിലൂടെ സ്നേഹം മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കുന്നതിലൂടെ നമ്മുടെ സാക്ഷി ജീവിതത്തിലൂടെ അനേകരെ ദൈവത്തിലേക്ക് ആകർഷിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയും. ഒരു പട്ടണത്തെ മുഴുവൻ ആകർഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു വ്യക്തിയെങ്കിലും ഈ ലോക ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി നേടുവാൻ നമ്മുടെ സാക്ഷി ജീവിതത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. So next is Beena Joseph. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ആധുനിക ക്രൈസ്തവ സഭയുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ആരാധനയിൽ സാക്ഷ്യ ശുശ്രൂഷയുടെ പങ്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പസമയം നിങ്ങളോട് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 1:8 നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ഇപ്രകാരം പറയുന്നു: എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകുവാൻ. അതെ, ദൈവം നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുന്നത് ഭൂമിയുടെ അറ്റത്തോളവും നമ്മൾ കർത്താവിൻ്റെ സാക്ഷികൾ ആകണമെന്നുള്ളതാണ്. എന്താണ് സാക്ഷ്യം? ഒരു വ്യക്തി കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതും അനുഭവിച്ചറിഞ്ഞതുമായ കാര്യങ്ങളെക്കുറിച്ച് മറ്റു വ്യക്തികളോട് പറയുന്നതിനെയാണ് സാക്ഷ്യമെന്ന് ഉദ്ദേശിക്കുന്നത്. ആത്മീയാർത്ഥത്തിൽ പറയുമ്പോൾ നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് പ്രാപിക്കുകയും അനുഭവിക്കുകയും ചെയ്തതായ ആത്മരക്ഷയെക്കുറിച്ചും ആത്മീക സന്തോഷത്തെക്കുറിച്ചും മറ്റു വ്യക്തികളോട് പങ്കുവെച്ച് അവരെയും കൂടെ ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് ആകർഷിക്കുക. അതാണ് സാക്ഷ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്തുകൊണ്ട് നാം കർത്താവിൻ്റെ സാക്ഷികളാകണം? യെശയ്യാവ് 43:12 ഇപ്രകാരം നമുക്ക് കാണാൻ സാധിക്കുന്നു: നിങ്ങളുടെ ഇടയിൽ ഒരു അന്യദേവനല്ല ഞാൻ തന്നെ പ്രസ്താവിക്കുകയും രക്ഷിക്കുകയും കേൾപ്പിക്കുകയും ചെയ്തത്, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ സാക്ഷികൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. അതെ, നമ്മൾ ലോകത്തിൽ നോക്കുമ്പോൾ ആളുകൾ പല രീതിയിൽ തെറ്റായ ദൈവവിശ്വാസങ്ങളിലേക്ക്, അന്യദൈവങ്ങളിലേക്ക് തിരിയുന്നു, അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും തിരിയുന്നു. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഏകസത്യ ദൈവമായ നാം അനുഭവിച്ചറിഞ്ഞ സത്യദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് സാക്ഷിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണെന്ന് ആ വേദവാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആധുനിക ക്രൈസ്തവ സഭയുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ആരാധനയിൽ എന്താണ് സാക്ഷി ശുശ്രൂഷയുടെ പങ്ക് എന്ന് നാം ചിന്തിക്കുകയാണെങ്കിൽ, ഒന്നാമത് നാം ചിന്തിക്കുമ്പോൾ സാക്ഷി ശുശ്രൂഷ എന്ന് പറയുന്നത് ശത്രുവിനെതിരെയുള്ള ഒരു വലിയ ആയുധമാണ്. വെളിപ്പാട് പുസ്തകം 12:11 നാം വായിക്കുമ്പോൾ, മീഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടിയതായും അവർ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായും ജയിച്ചു എന്ന് കാണുവാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെയും സാക്ഷ്യവചന നിമിത്തമാണ് നമുക്ക് ശത്രുവിനെ ജയിക്കാൻ സാധിക്കുന്നത്. ഒരാളുടെ സാക്ഷ്യത്തെ ഖണ്ഡിക്കുവാൻ ഒരിക്കലും മറ്റൊരു വ്യക്തിക്ക് കഴിയുകയില്ല. സ്വന്തം അനുഭവത്തിലുള്ള സത്യങ്ങളെക്കുറിച്ച് തുറന്ന് വിളിച്ചു പറയുമ്പോൾ അതിനെ ഖണ്ഡിക്കാനായിട്ട് ആർക്ക് സാധ്യമല്ല. നാം വേദപുസ്തകം വായിക്കുമ്പോൾ സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് വായിക്കുന്നു. അതുപോലെ തന്നെ കൊരിന്ത്യ ലേഖനത്തിൽ വായിക്കുന്നു, ഈ ലോകത്തിന്റെ ദൈവം സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാനായിട്ട് അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കുന്നു. അതെ, ഇന്ന് എന്തുകൊണ്ടാണ് ഭാരതത്തിൽ ക്രൈസ്തവരുടെ ശതമാനം കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ ലോകത്തിന്റെ ദൈവം അവരുടെ മനസ്സുകളെ കുരുടാക്കുന്നു. ആ കുരുട് മാറ്റി അവരുടെ ഹൃദയ അന്തർഭാഗത്ത് പ്രവർത്തിക്കുന്ന പൈശാചി ശക്തികളെ പോരാടി ജയിക്കണമെങ്കിൽ നമ്മുടെ സാക്ഷ്യത്തിന് അത് വളരെ ശക്തിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകി തന്ന ആത്മരക്ഷയെക്കുറിച്ചും നമുക്ക് വേണ്ടി ഒരുക്കുന്ന നിത്യരാജ്യത്തെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുത പ്രവർത്തികളെക്കുറിച്ചും ഒക്കെ നമുക്ക് മറ്റുള്ളവരോട് സാക്ഷ്യം പറയുമ്പോൾ അവിടെ ഉള്ളുള്ള പൈശാചി ശക്തികളിന്മേൽ വിജയം നേടുവാൻ, അവരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. രണ്ടാമതായി നാം നോക്കുമ്പോൾ സാക്ഷി ശുശ്രൂഷയിലൂടെ മറ്റു വ്യക്തികൾക്ക് ആത്മീയ വർധന വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ശമരിയ സ്ത്രീയെക്കുറിച്ച് നാം നോക്കുമ്പോൾ, അവൾ ശമരിയ പട്ടണത്തിൽ ചെന്ന് അവളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തതിനെക്കുറിച്ച് പ്രസ്താവിക്കുമ്പോൾ അനേക ശമര്യർ അവരുടെ സാക്ഷ്യം കേട്ട് യേശുവിൽ വിശ്വസിച്ചതായിട്ടും ഓടി ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വരുന്നതായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കും. ആ ഒരു പട്ടണത്തെ മുഴുവൻ നേടുവാൻ ആ സ്ത്രീക്ക് സാധിച്ചു, കാരണം അവളുടെ സാക്ഷ്യ ശുശ്രൂഷ. അതുപോലെ തന്നെ നമുക്കും നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പ്രസ്താവിക്കുമ്പോൾ അത് അവർക്ക് ആത്മീക വർധന ഉണ്ടാകുവാനും അവരുടെ ജീവിതത്തിൽ നിരാശകളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാകുമ്പോഴും അവർ ക്രിസ്തുവിൽ തന്നെ ആശ്രയിച്ച് മുന്നോട്ട് നീങ്ങുവാനും കാരണമാകും. നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ ഇയ്യോബിന്റെ കഷ്ടതകളെക്കുറിച്ച് വായിക്കുന്നു. അവൻ ആ കഷ്ടതകളിൽ നിന്ന് രക്ഷപ്പെട്ടത് അവൻ്റെ ഭക്തി മുറുകെ പിടിച്ചത് കൊണ്ടാണെന്ന് നാം വായിക്കുമ്പോഴാണ് നമുക്ക് ഒരു ആത്മീയ വർധന ഉണ്ടാകുന്നത്. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ആ കഷ്ടതകളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഇയ്യോബിന്റെ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും.
മൂന്നാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ സാക്ഷ്യ ശുശ്രൂഷയിലൂടെ അനേകരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. കാരണം എന്ന് പറയുന്നത് നമ്മൾ സാക്ഷ്യം പറയുമ്പോൾ അനേകർ കുറെ കൂടെ വിശ്വാസത്തിൽ ഉറയ്ക്കാൻ ഇടയായിത്തീരും. എബ്രായർ 12:1 ഇപ്രകാരം പറയുന്നു, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. പലപ്പോഴും നമ്മൾ വീണു എണീറ്റും വിശ്വാസത്തിൽ തളർന്നും ക്ഷീണിച്ചും ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ ഈ വിശ്വാസ വീരന്മാരുടേതായ സാക്ഷ്യമാണ് നമ്മെ ഓരോ ദിവസവും മുന്നോട്ട് ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുവാനുള്ള ഒരു ഊർജം പകർന്നു തരുന്നത്. ആ എബ്രായർ 11 വിശ്വാസ വീരന്മാരുടെ ഒരു വലിയ പട്ടിക നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ നാം വായിക്കുമ്പോൾ അദ്ദേഹം ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുന്നതായിട്ട്, ദൈവം തൻ്റെ പ്രതികൂല സാഹചര്യങ്ങൾ വിടുവിച്ചതായിട്ട് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നു. ശലോമോന്റെ ജീവിതം, അതുപോലെ നിരവധി രാജാക്കന്മാർ, പ്രവാചകന്മാർ, പുരോഹിതന്മാർ, അതുപോലെ ക്രൈസ്തവ ചരിത്രം പഠിക്കുമ്പോൾ നവീകരണത്തിന്റെ നടുനായകന്മാരായിട്ടുള്ള വ്യക്തികൾ, ഇവരുടെ എല്ലാം സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അത് മുന്നോട്ട് കുതിക്കാനുള്ള ഒരു ഊർജം പകർന്നു തരികയും നമ്മെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും ചെയ്യുന്നു. അത് മുഖാന്തരം നമുക്ക് കൂടുതൽ നമ്മുടെ ജീവിത അനുഭവങ്ങളെക്കുറിച്ച് മറ്റു വ്യക്തികളോട് സാക്ഷിക്കുവാൻ, അത് അവരുടെയും ജീവിതത്തിൽ അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ, അവർ ഒന്നുകൂടെ ക്രിസ്തുവിൽ തന്നെ അവരുടെ ഓട്ടം ക്രിസ്തുവിനെ തന്നെ നോക്കിക്കൊണ്ട് അവരുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാനായിട്ട് അത് ഇടയായിത്തീരും. അതുകൊണ്ട് നാം ഈ സാക്ഷ്യ ശുശ്രൂഷയ്ക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കേണ്ടത് ആവശ്യമാണ്. നാം വേദപുസ്തകത്തിൽ നോക്കുമ്പോൾ അനേകർ സത്യത്തെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. അതുപോലെ അപ്പോസ്തലന്മാർ മഹാശക്തിയോടുകൂടി കർത്താവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു എന്ന് നാം വായിക്കുന്നു. അതുപോലെ തന്നെ ദൈവരാജ്യത്തെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ ഈ വക കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് നമ്മളും സാക്ഷ്യം പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെക്കുറിച്ചും അതുപോലെ കർത്താവ് നൽകിയ രക്ഷയെക്കുറിച്ചും നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യതയെക്കുറിച്ചും ഒക്കെയുള്ള സാക്ഷ്യവചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും പുറപ്പെടേണ്ടത് ആവശ്യമാണ്. നാം എവിടെയൊക്കെയാണ് സാക്ഷിയാകേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 1:8 തന്നെ പറയുന്നത്, യെരുശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. അതായത് നാം ആയിരിക്കുന്നതായ ഭവന അന്തരീക്ഷങ്ങളിൽ, നാം ആയിരിക്കുന്ന ദേശങ്ങളിൽ, നാം ആയിരിക്കുന്ന സഭയിൽ, അതുപോലെ തന്നെ ഭൂമിയുടെ അറ്റത്തോളം നാം കർത്താവിൻ്റെ സാക്ഷികളാകേണ്ടത് ആവശ്യമാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മൾ ഓരോരുത്തരും ഈ സാക്ഷ്യ ശുശ്രൂഷയിൽ പങ്കാളികളായെങ്കിൽ മാത്രമേ ഈ ദേശത്ത് സുവിശേഷം വ്യാപിക്കപ്പെടുവാനും അനേകർ ക്രിസ്തുവിലൂടെയുള്ള രക്ഷയെ കണ്ടെത്തുവാനും ഇടയാകുകയുള്ളൂ. ആയതിനാൽ ഈ ദിവസങ്ങൾ നമ്മുടെ മടിയും അലസതയെല്ലാം ഉപേക്ഷിച്ച് ആ അപ്പോസ്തല പ്രവൃത്തി 1:8 പറയുന്ന പോലെ കൂടുതൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ച് ശത്രുവിനെതിരെ പോരാടി അനേകർക്ക് ആത്മീക വർധന വരുത്തി അനേകരെ വിശ്വാസത്തിൽ ഉറപ്പി നാം തന്നെയും വിശ്വാസത്തിൽ ഉറച്ച് അനേകരെ ക്രിസ്തുവിങ്കിലേക്ക് നേടി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ദൈവരാജ്യത്തിൽ സന്തോഷിപ്പാൻ ദൈവം ഇടയാകട്ടെ. അതിനായിട്ട് ക്രൈസ്തവ സഭയുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കുമായിട്ട് സാക്ഷ്യ ശുശ്രൂഷയിലൂടെ നമുക്കും പങ്കാളികളാകും എന്നുള്ള ആ വാക്കുകളോടുകൂടെ, എന്നുള്ള ആഹ്വാനത്തോടെ, പ്രാർത്ഥനയോടുകൂടെ എൻ്റെ വാക്കുകൾ നിന്ന് വിരമിക്കുന്നു. ദൈവമേ. The next is Blessy Zana. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പനേരത്തെ ചിന്തയ്ക്കായി ആധുനിക ക്രൈസ്തവ സഭയുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ആരാധനയിൽ സാക്ഷ്യ ശുശ്രൂഷയുടെ സ്ഥാനം എന്നതിനെ പറ്റി ഏതാനും ചില വാക്കുകൾ പറയാനായി ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, വേദപുസ്തകത്തിൽ കാണുന്നു, സഭ എന്ന് പറയുന്നത് കർത്താവിൻ്റെ ശരീരമാണ്. കർത്താവ് തൻ്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചതാണ് സഭ എന്ന് പറയുന്നത്. സഭ എന്ന് പറയുന്നത് ഒരു കെട്ടിടമോ സമിതിയോ സമൂഹമോ അല്ല, മറിച്ച് കർത്താവുമായി അനുഭവം ഉള്ളവർ കൂടിച്ചേരുന്ന ഒരു സംഘത്തെയാണ് സഭ എന്ന് പറയുന്നത്. ആയതിനാൽ ആർക്കും സഭയിൽ ആകാം, കർത്താവിൽ വിശ്വസിക്കുകയാണെങ്കിൽ. അപ്പോസ്തല പ്രവൃത്തികൾ 1:8 ഇപ്രകാരം പറയുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകുവിൻ എന്ന് പറയുന്നു. അതിനർത്ഥം എന്താണ്? ക്രിസ്തുവുമായി അനുഭവം ഉള്ളവരാണ് തങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി സാക്ഷ്യം പറയുന്നത്. ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കുന്നു എന്ന് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു. ക്രിസ്തു ജീവിക്കുന്നു എന്ന് മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്തിലൂടെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതാണ് സാക്ഷ്യ ജീവിതം എന്ന് പറയുന്നത്. എന്നാൽ ഇന്നത്തെ ക്രൈസ്തവ സഭയിൽ നാം നോക്കുകയാണെങ്കിൽ പല സഭകളിലും സാക്ഷ്യ ശുശ്രൂഷകന് തക്കതായ പ്രാധാന്യം കൊടുക്കുന്നതായി നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. പലപ്പോഴും ദൈവം തങ്ങളുടെ ജീവിതത്തിൽ നൽകിയ അനുഭവങ്ങൾ തങ്ങൾ വ്യക്തിപരമായി തന്നെ അത് ഒതുങ്ങുന്നു, അല്ലെങ്കിൽ തങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ തങ്ങളുടെ ഭവനത്തിലോ ആയിട്ട് അതങ്ങ് ഒതുങ്ങിത്തീരുന്നു. എന്നാൽ അങ്ങനെയല്ല, അത് മറ്റുള്ളവരിലേക്ക് നാം പറയണം. കാരണം
ക്രിസ്തീയ സഭയിൽ സാക്ഷ്യത്തിന് തക്കതായ ഒരു പ്രാധാന്യം ഉള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒന്നാമതായി, സാക്ഷ്യ ശുശ്രൂഷയിലൂടെ ദൈവനാമത്തെ നാം മഹത്വപ്പെടുത്തുകയാണ്. ദൈവത്തോട് നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ അനുഗ്രഹങ്ങൾ തരുന്നു. അത് നമ്മുടെ സ്വന്തം കഴിവുകൊണ്ടല്ല, കർത്താവിൻ്റെ കഴിവ് കൊണ്ടാണ് അത് ഓരോന്നും നമുക്ക് ലഭിക്കുന്നത്. ആയതിനാൽ ആ ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്നും ആ ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ കർത്താവിൻ്റെ നാമം അവിടെ മഹത്വപ്പെടുകയാണ് ചെയ്യുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി നോക്കുകയാണെങ്കിൽ, നമ്മുടെ സാക്ഷ്യം നാം ഇങ്ങനെ പ്രസ്താവിക്കുമ്പോൾ കേൾക്കുന്ന കേൾവിക്കാരുണ്ട്. അവരുടെ ജീവിതത്തിൽ കർത്താവുമായുള്ള വിശ്വാസം, ധൈര്യം, ദൈവസ്നേഹം, പ്രത്യാശ ഒക്കെ വർദ്ധിക്കാനായിട്ട് നമുക്ക് സഹായിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകൾ നാം ഇങ്ങനെ പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ കീറാമുട്ടി പോലെ നിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് ആര് പരിഹാരകനായി വരും എന്നവർ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ കൂടെയുണ്ട്. സകല പ്രശ്നങ്ങൾക്ക് പരിഹാരകനാണ് നമ്മുടെ ദൈവം എന്നവർ ഉറച്ചു വിശ്വസിക്കുന്നു. അനാഥരായി കൈവിടുകയില്ല എന്നവർ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ കർത്താവിലുള്ള വിശ്വാസവും ദൈവസ്നേഹവും നമ്മുടെ സാക്ഷ്യത്തിലൂടെ അവരിൽ വർദ്ധിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. മൂന്നാമതായി നാം നോക്കുകയാണെങ്കിൽ, ദൈവവുമായി വ്യക്തിപരമായി ഒരു അടുപ്പം അല്ലെങ്കിൽ ഒരു ബന്ധം സ്ഥാപിക്കാനായിട്ട് നമുക്ക് സാക്ഷ്യ ശുശ്രൂഷയിലൂടെ സാധിക്കുന്നു. അതായത് ഹൃദയം നന്ദിയുള്ളവരായിരിക്കും. ദൈവത്തിന് തക്കതായ ഒരു ജീവിതം നമ്മുടെ കാതുകൾ, കണ്ണുകൾ, കാലുകൾ ഒക്കെ കർത്താവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഒരു സമർപ്പണ ജീവിതം നമുക്ക് സാക്ഷ്യ ശുശ്രൂഷയിലൂടെ ഉണ്ടായിരിക്കുന്നതാണ്. എന്നാൽ ഇന്നത്തെ നാം ക്രൈസ്തവ സഭയിൽ നോക്കുമ്പോൾ പലപ്പോഴും ആത്മാക്കളുടെ എണ്ണം കുറയുന്നു, എന്നാൽ സഭകളുടെ എണ്ണം വർദ്ധിക്കുന്നു. ക്രിസ്തുവിനെ അല്ല പലപ്പോഴും ഇന്ന് സഭകളിൽ ശുശ്രൂഷിക്കുന്നത്. തങ്ങളുടെ സഭകളിൽ എപ്രകാരം ആളുകളെ വർദ്ധിക്കാം എന്നതാണ് അവരുടെ പലരുടെയും ദൗത്യമായി മാറിയിരിക്കുന്നത്. അങ്ങനെയല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്. കൂറ്റൻ പള്ളികളൊക്കെ പണിത് വാശിയോടും വീറോടും കൂടെയൊക്കെ ഇലക്ഷൻസ് ഒക്കെ നടത്തി ഭരിക്കപ്പെടാനുമുള്ളതല്ല യഥാർത്ഥത്തിൽ ദൈവസഭ എന്ന് പറയുന്നത്. നമുക്ക് സാക്ഷ്യം പറയാൻ ലഭിക്കുന്ന ഓരോ അവസരങ്ങളും ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ പറഞ്ഞ് കർത്താവിന്റെ നാമത്തെയാണ് നാം മഹത്വപ്പെടുത്തേണ്ടത്. അല്ലാതെ ആ സഭയെയോ ദൈവദാസനെയോ ഒക്കെയല്ല നാം മഹത്വപ്പെടുത്തേണ്ടത്. കള്ളസാക്ഷ്യം പറയിക്കാനും പാടില്ല എന്ന് നാം കാണുന്നു. മാത്രമല്ല, ആദായ സമ്പാദനം അല്ല നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം. കർത്താവാണ് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം. എല്ലാ മഹത്വവും കർത്താവിന് തന്നെ ലഭിക്കണം. എന്നാൽ ഇന്ന് പലപ്പോഴും ചില സഭകളിൽ സാക്ഷ്യ ശുശ്രൂഷകൾ ഒരു ചടങ്ങായി മാത്രമാണ് നടത്തുന്നത്. അല്ലെങ്കിൽ ആ സമയത്ത് ജനം വളരെ ഉദാസീനതയോടെയാണ് ഇരിക്കുന്നത്. പലപ്പോഴും സാക്ഷ്യ സമയത്തിൽ പലരും പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതൊക്കെ കാണാൻ കഴിയുന്നു. എന്നാൽ സാക്ഷ്യം പറയുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് എന്തെന്നാൽ, തങ്ങൾക്ക് ദൈവം നൽകിയ രോഗം, സൗഖ്യം അല്ലെങ്കിൽ വിടുതൽ എന്തൊക്കെയാവട്ടെ അത് മറ്റുള്ളവരിലേക്ക് പറയുമ്പോൾ അവർക്ക് ക്രിസ്തീയ ജീവിതത്തിൽ ക്രിസ്തുവുമായുള്ള വിശ്വാസം, ദൈവസ്നേഹം, ധൈര്യം ഒക്കെ വർദ്ധിക്കാനായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് നമ്മൾ ഓരോരുത്തരും സാക്ഷ്യം പ്രസ്താവിക്കേണ്ടത്. ഇന്ന് നമ്മുടെ ക്രൈസ്തവ സഭയിൽ നോക്കുകയാണെങ്കിൽ പലർക്കും പള്ളിയിൽ വരുന്നത് തന്നെ താല്പര്യമില്ല. അവർ പറയുന്നത് പള്ളിയിൽ വരുന്നത് സമയം നാശമാകുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ സമയം വേസ്റ്റ് ആകുന്ന ഒരു പ്രവണതയാണ് അവർ പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല. പിന്നെ വേറെ ചിലരാണെങ്കിൽ സഭയിൽ വരുന്നത് തന്നെ എന്തെങ്കിലും ഭൗതികമായി എന്തെങ്കിലും നന്മകൾ നേടുവാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെയല്ല ശരിക്കും ക്രിസ്തീയ ജീവിതം ഉദ്ദേശിക്കുന്നത്. ചില യുവജനങ്ങളാണെങ്കിൽ പലപ്പോഴും ക്രിസ്തു മതത്തിൽ നിന്ന് മറ്റു മതത്തിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കഞ്ചാവ്, അതുപോലെ മദ്യപാനം തുടങ്ങിയ ധാരാളം ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്നത്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ ദൈവത്തെക്കുറിച്ചും ദൈവസ്നേഹത്തെക്കുറിച്ചും ദൈവം തങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെക്കുറിച്ചും അവർക്ക് യഥാർത്ഥത്തിൽ അറിയാത്തത് കൊണ്ട് മാത്രമാണ് അവരങ്ങനെ നടക്കുന്നത്. എന്നാൽ അത് സാക്ഷി ജീവിതത്തിലൂടെ മാറ്റാനായിട്ട് കഴിയും. കാരണം ദൈവം ശക്തനാണെന്നും അനശ്വരമായ സന്തോഷവും സമാധാനം നൽകാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ എന്ന സാക്ഷി ജീവിതത്തിലൂടെ നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഏത് സഭയിലായിക്കോട്ടെ അല്പസമയമെങ്കിലും സാക്ഷ്യത്തിന് വേണ്ടി സമയം ചെലവാക്കണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് കർവപ്പസി എന്നൊരു നിയമം പാസാക്കി. ആ നിയമത്തിൽ ക്രിസ്തു മതത്തിൽ നിന്നും തങ്ങളുടെ സ്വന്തം മതത്തിലേക്ക് അല്ലെങ്കിൽ ക്രിസ്തു സഭയിൽ നിന്നും മാറിപ്പോയവരുടെ എണ്ണം മറ്റു മതങ്ങളെക്കാൾ വളരെയധികം കൂടുതലായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? കാരണം അവർക്ക് ക്രിസ്തുവുമായുള്ള സ്നേഹം ശരിക്കും രുചിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല. യഥാർത്ഥത്തിൽ നാം ക്രിസ്തുവിന്റെ സ്നേഹം രുചിച്ചറിയുകയാണെങ്കിൽ ഒരിക്കലും യാതൊരു പ്രതിസന്ധി വന്നാലും അതിൽ നിന്ന് പിന്മാറി പോകുവാൻ നമുക്ക് കഴിയുകയില്ല. അതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ സംഭവിക്കുന്ന മണിപ്പൂരിലെ ന്യൂസൊക്കെ നമുക്ക് കാണാറുണ്ട്. അവിടെ പീഡനങ്ങളുടെ മധ്യത്തിലും ജനം എന്തുമാത്രമാണ് ത്യാഗം സഹിച്ചും ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അവസാന ശ്വാസം വരെയായാലും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കാൻ കഴിയുകയില്ല എന്നവർ ഉറച്ചു വിശ്വസിക്കുന്നു. ദൈവം നമ്മെ ഉദ്ദേശിക്കുന്നത്, സഭയെ ഉദ്ദേശിക്കുന്നത് ലോകത്തിന്റെ വെളിച്ചമായിട്ടാണ്, ലോകത്തിന്റെ കണ്ണാടിയായിട്ട് തീരുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. എന്നാൽ പലപ്പോഴും ലോകത്തിന്റെ വെളിച്ചം പകരേണ്ട ക്രിസ്തു മക്കൾ തന്നെ എണ്ണയില്ലാത്ത വിളക്കും അണയാറായിരിക്കുന്ന
തിരികളുമായിട്ടാണ് ഇരിക്കുന്നത്. അപ്രകാരം ജീവിക്കുമ്പോൾ എപ്രകാരമാണ് നമുക്ക് ബലഹീനരായിട്ടുള്ള പിന്തിരിപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാനായിട്ട് സാധിക്കുക? എന്നാൽ അതിനൊക്കെ ഇതായിട്ട് വിശുദ്ധിയും വിശ്വാസവും ഒക്കെയുള്ള ഒരു ജീവിതം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. നാം ഇവിടെ പറഞ്ഞു കേട്ടതുപോലെ തന്നെ യോഹന്നാൻ സുവിശേഷത്തിൽ ഒരു ശമര്യക്കാരുടെ സ്ത്രീയുടെ പ്രസംഗത്താൽ ആ ശമര്യ പട്ടണം മുഴുവൻ കർത്താവിനെ അറിഞ്ഞു. കൂടാതെ മുറിവേറ്റ് കടന്ന വക്കിൽ കടന്ന ആ വ്യക്തിയെ നല്ല ശമര്യക്കാരൻ രക്ഷിച്ചതും നാം ഇന്നും വായിക്കുന്നു. അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ചുരുങ്ങിയ ജീവിതത്തിൽ മറ്റുള്ളവരെ കർത്താവിലേക്ക്, പുതിയ ആത്മാക്കളെ ക്രിസ്തുവിലേക്ക് നയിക്കുവാനും, പിന്നെ ക്രിസ്തുവിൽ സഭയിൽ ബലഹീനതപ്പെട്ടിരിക്കുന്നവരെ ബലപ്പെടുത്തുവാനും, ക്രിസ്തുവിൽ അവരുടെ വിശ്വാസം ഉറപ്പിക്കുവാനും നമ്മുടെ ഓരോരുത്തരുടെയും സാക്ഷി ജീവിതത്തിന്റെ മുഖാന്തരം ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ ഏവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ ആകർഷകമായ ഒരു റൗണ്ടാണ് ഇവിടെ പൂർണ്ണമാക്കപ്പെടുന്നത്. പ്രസംഗം ഒരു കലയാണ്. അത് ആത്മീയമായിരുന്നാലും ലൗകികമായിരുന്നാലും. അതിൻ്റെ അടിസ്ഥാന ഭാവങ്ങൾ എന്ന് പറയുമ്പോൾ പൊരുൾ ഒരു വലിയ കാര്യമാണ്. പ്രസംഗത്തിൻ്റെ കണ്ടൻറ്റ് വളരെ പ്രാധാന്യമുള്ളതാണ്. അതോടെ തന്നെ ഒരു പ്രസംഗം ഹൃദ്യമാകണമെങ്കിൽ, ശ്രോതാക്കളിലേക്ക് അത് ചലനം സൃഷ്ടിക്കുവാൻ കഴിയണമെങ്കിൽ അതിന് ആവശ്യമായിരിക്കുന്ന മുഖ്യ ഘടകം ഭാവപ്രകടനങ്ങളാണ്. ഞാൻ നിങ്ങളോട് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നു, ഞാൻ നിങ്ങളോട് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നു പറയുന്നത് രണ്ട് പ്രത്യേകമായിട്ടുള്ള ഭാവപ്രകടനങ്ങളാണ് നാം കാണുന്നത്. അപ്പോൾ അതും പ്രസംഗകലയുടേതായിട്ടുള്ള ഒരു വലിയ രീതിയാണ്. അപ്പോൾ സമയപരിധിയിൽ നമുക്ക് പറയാനുള്ളത് പറയുക. ഡിസെക്ഷൻ ഓഫ് ദ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ആ വിഷയത്തെ സമ്പൂർണ്ണമായിട്ട് വിശകലനം ചെയ്യുക. അങ്ങനെ അനേക ഘടകങ്ങൾ പ്രസംഗം ഇവാലുവേറ്റ് ചെയ്യുമ്പോഴുണ്ട്. ആത്മീയ പ്രസംഗമായിരുന്നാലും ഈ മത്സരത്തിൻ്റേതായിട്ടുള്ള പരിധി വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെയും എനിക്ക് പരിഗണിക്കേണ്ടി വരുന്നുണ്ട്. കാരണം ഞാൻ ഈ കലയിൽ ഒരുപാട് ആകർഷണമായിട്ടുള്ള, വളരെയധികം ആകർഷിക്കപ്പെട്ടതും ഒരുപാട് വേദികളിൽ മത്സരങ്ങൾക്കും അല്ലാതെയും പോയിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് ഇത് ഒരു ക്രൈറ്റീരിയ ആയിട്ട് എടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും 3 പേരും കണ്ടൻസ് വെരി ഗുഡ്, മനോഹരമായിട്ട് പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു, മനോഹരമായിട്ട് പ്രസൻറ്റ് ചെയ്തു. പിന്നെ ഇതിൻ്റെ മുഖ്യമായ ഒരു ഘടകം നിങ്ങൾ വേർതിരിക്കുവാൻ കഴിയണമെങ്കിൽ 2 പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒന്ന്, ഫംബിൾ ഉണ്ടാകരുത്. പ്രസംഗിക്കുമ്പോൾ ഫംബിൾ എന്ന് പറഞ്ഞാൽ എന്താ അറിഞ്ഞൂടെ? ഒരു വാക്ക് 2 പ്രാവശ്യം ആവർത്തിക്കുക. കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു. ഓൾറൈറ്റ്. അപ്പോൾ അവിടെ ഒഴുക്കിനൊരു നിങ്ങൾ ശ്രദ്ധിക്കാതെ പറഞ്ഞു പോകുന്നതാണ്. ബട്ട് ഇറ്റ്സ് എ ഫംബിൾ. ഒരു പ്രസംഗത്തിൽ ഫംബിൾ ഉണ്ടാകരുത്. 2ാമത്, പ്രകടനങ്ങൾ. എത്രമാത്രം ആശയത്തെ ശക്തമായിട്ട് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുമോ അങ്ങനെ കഴിയണം. റൈറ്റ്. അങ്ങനെയുള്ള ചില ഘടകങ്ങളാണ് ഇവിടെ മാർക്ക് നിർണ്ണയത്തിന് ഏത് പ്രസംഗവേദിയിലും ഏത് പ്രാസംഗികനും അറിയപ്പെടുന്നത്. മനോഹരമായിട്ട് നിങ്ങളെല്ലാം പ്രസംഗിച്ചു. ആൻസി SP-യും അതോടൊപ്പം തന്നെ ബീന ജോസഫിനും കുറച്ചുകൂടെ ഭാവപ്രകടനങ്ങൾ ആവശ്യമുണ്ട്. സ്ട്രേറ്റ് എന്ന് കർത്താൽ പ്രിയ സഹോദരങ്ങളെന്ന് പറയുന്നത് 2 വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പോഴത് കൂടുതൽ പ്രസംഗത്തിൽ പരിചയം ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നിങ്ങൾ പ്രസംഗിച്ചിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരം പ്രസൻറ്റേഷൻ നൽകുവാൻ സാധ്യമല്ല. പക്ഷേ അത് കുറച്ചുകൂടെ ഇത് ആത്മീയ പ്രസംഗമായതുകൊണ്ട് ഇത് ആത്മീയമായ ഒരു അനുഭവത്തിലേക്ക് വ്യക്തികളെ നമുക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ ഭാവങ്ങൾ കൊണ്ടും ആകർഷിക്കപ്പെടുന്നത് മനസ്സിലാകുന്നുണ്ട്. നമ്മൾ പ്രസംഗത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ വിഷയത്തെക്കുറിച്ചുകൂടെ ഒരു വാക്ക് പറയുന്നു. സഭകൾ വർദ്ധിക്കുകയും ആളുകൾ കുറയുകയും ചെയ്യുന്നതെന്ന് ബ്ലസ്സി പറഞ്ഞത് വളരെ കൃത്യമായൊരു കാര്യമാണ്. ഇറ്റ്സ് എ ഗുഡ് ഡിസെക്ഷൻ ഓഫ് ദ സബ്ജക്റ്റ്. നാം ഇന്ന് ആധുനിക ക്രൈസ്തവരുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ആരാധനയിൽ സാക്ഷ്യസ്വരുടെ പങ്ക് തീർച്ചയായിട്ടും ഉണ്ടായാൽ മതിയാവും, വർദ്ധിച്ചാൽ മതിയാവും. കാരണം ഇന്ന് ഭാരതത്തിലെ ക്രൈസ്തവരുടെ എണ്ണം കുറഞ്ഞു പോയിരിക്കുന്നു. ഇവിടെ മതമാറ്റം നടത്തുന്നതൊക്കെ പ്രസംഗിക്കുമ്പോഴും യഥാർത്ഥത്തിൽ 2.38 നിന്ന് ഇന്ന് 2.1 കുറഞ്ഞിരിക്കുന്നു. ഇന്നത്തെ ഏറ്റവും ഒടുവിലത്തെ സ്റ്റാറ്റസ് അനുസരിച്ച്. അതിൻ്റെ അർത്ഥം എന്നാണ്? സാക്ഷ്യങ്ങൾ കുറഞ്ഞു പോയിരിക്കുന്നു. നമ്മുടെ സാക്ഷ്യങ്ങൾ കുറഞ്ഞു പോയി. ഇന്ന് നാം സാക്ഷ്യങ്ങളായിട്ട് കാണുന്നത് അവിടെ ഇവിടെ നിൽക്കുന്ന പള്ളികളാണ്. അതിലുപരിയായിട്ട് മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തേക്ക് ഒരിക്കലും വചനം ചെല്ലുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിട്ട് അവശേഷിക്കുന്നു.
വെൽ, അതൊക്കെയും ഞാനൊരു പ്രാസംഗികനല്ല ഇതിനെക്കുറിച്ച്, ഞാൻ അവലോകനം ചെയ്യാനായിട്ട് നോക്കിയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള എല്ലാവിധമായിട്ടുള്ള കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് ആൻസി എസ് പി ഗെറ്റ്സ് 5 മാർക്സ്, 5 മാർക്കാണ് ലഭിക്കുന്നത്. ഞാൻ പറഞ്ഞ ഘടകങ്ങളുടെ എല്ലാം ചേരുവകൾ കൂടുതൽ ആവശ്യമുണ്ട്. ബീന ജോസഫിന് 5.5 മാർക്ക് ലഭിക്കുന്നു. ഫമ്പിൾ കുറവായിരുന്നു, ഒറ്റ ഒഴുക്ക് പോലെ പോയി, റൈറ്റ്. എന്നാലും ഭാവപ്രകടനങ്ങൾ തുച്ഛമായിരുന്നു. അതാണ് നിങ്ങൾ രണ്ടുപേരുടെയും മിസ്റ്റേക്ക്. ബ്ലസീസാണ് ജസ്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഉശിറും വീറും എല്ലാം യുവത്വത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങളിൽ തന്നെയല്ല. ഒരു കലയാണ് പ്രസംഗം. ആ കലയിൽ വളരെയധികം മുന്നോട്ട് പോകാൻ ബ്ലസ്സിക്ക് കഴിയും തീർച്ചയായിട്ടും. സോ 6.5 മാർക്സ് ഫോർ ബ്ലസീസാണ്, റൈറ്റ്. 5 മാർക്ക് ആൻസി, 5.5 മാർക്ക് ബീന ജോസഫ്, 6.5 മാർക്ക് ബ്ലസീസാണ്. ഓൾ റൈറ്റ്, പരാതികളില്ലല്ലോ? ഉണ്ടെങ്കിലും കുഴപ്പമില്ല. So that brings us to a close of the last round. That's a Voice of Times round. Please announce the marks, Ms. Raji. First prize goes to Mrs. Beena Joseph, First prize goes to Mrs. Beena Joseph, 23.5 marks. 23.5 marks. And second prize to Miss Blessy Ziona, 20 Second and a prize half. goes to Miss Blessizana, 20.5. And third, Ansi, 16. and Ansi, 16 marks. So all three have got a wonderful chance for the next stage, right? ഓട്ടോമാറ്റിക്കായിട്ട് ബീന ജോസഫ് പോവും. ബാക്കിയുള്ളതെന്ന് പറയുമ്പോൾ ബാക്കിയുള്ള കോൺസലേഷൻ പ്രൈസസ് എന്നുള്ള ഹയസ്റ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ നല്ല ഹയസ്റ്റ് കോൺസലേഷനാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. സോ ഐ എക്സ്പെക്ട് ടു സീ ഓൾ ഇൻ ദ നെക്സ്റ്റ് സ്റ്റേജ്, റൈറ്റ്. അടുത്തായിട്ട് സമ്മാനദാനമാണ്. ഇതോടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇതിൽ പങ്കെടുത്ത് നിങ്ങളെ അഭിനന്ദിക്കുകയും ഈ ശുശ്രൂഷ അനേകർക്ക് കർത്താവിനെ കാണിച്ചു കൊടുക്കാനുള്ള മുഖാന്തരമായി തീരുകയും ദൈവവചനത്തിൻ്റെ പ്രചരണത്തിനും പ്രചാരണത്തിനും മുഖാന്തരമായി തീരുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.